തിന്ന് കളഞ്ഞേക്ക്. അയ്യോ എന്നെ കൊല്ലുന്നേ. വല്ലാത്തൊരു സ്വപ്നം തന്നെ. കഴിഞ്ഞ തവണ പവളിപ്പോയി. ഇത്തവണ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ശരിയാ, ഇത്തവണ എന്തായാലും കൊല്ലണം. അല്ല, ഞാൻ തന്ന വിഷക്കുപ്പി കയ്യിലില്ലേ? അതൊക്കെ കയ്യിലുണ്ട്. ഈശ്വര, സ്വപ്നം കണ്ട് ശരിയാണല്ലോ. ഇവരെന്നെ കൊല്ലും. അമ്മ, കൊറേ നേരമായി നിങ്ങൾ പണികളൊക്കെ ചെയ്യണു. ഈ വെള്ളം കുടിച്ചോ. എന്റെ മോളെ, അത് മോളെന്നെ കുടിച്ചോ. ഇത് ഞാൻ അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്. അമ്മ കുടിച്ചോ. എടി, എന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നെ വിഷം തന്ന് കൊല്ലാനല്ലേ. എന്നെ കൊന്നാലും ഞാൻ കുടിക്കില്ലടി. ഞാൻ ഇതോടെ വെക്കുന്നുണ്ട്. അമ്മ സൗകര്യം പോലെ കുടിച്ചോ. അങ്ങനെ ഇത് കുടിച്ച് ചാവയ്ക്ക് മനസ്സില്ലടി. അയ്യോ, അത് കുടിക്കല്ലേ, അത് വിഷാണ്. വിഷോ? അയ്യോ അയ്യോ, ഞാൻ ചാവേ. എന്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നു. അയ്യോ, എനിക്ക് നമുക്ക് ആശുപത്രി പോവാ. വേണ്ട, ഞാൻ മരിക്കും. അതിനു മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എടേ, എന്റെ മാല കാണാണ്ട് പോയില്ലേ? അത് കള്ളം കൊണ്ടതല്ല, അത് ഞാൻ എടുത്ത് വിറ്റതാടേ. അയ്യോ, അതിന്റെ പൊന്നാങ്ങളെ കൊണ്ടുവന്ന മാലയാണേ. അത് നിങ്ങളാണോ കൊണ്ടുപോയത്? ആരില്ല, പോട്ടെ, ഒരു മാലല്ലേ. അത് മാത്രല്ലടേ, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലെ ശാന്തല്ലേ, അവളെന്റെ 10ാം ക്ലാസ്സിലത്തെ കാമുകയാടേ. ശാന്തേ? നിങ്ങൾ അവളായിട്ട് കൊഞ്ചിക്കൊഴല് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. മാറി കത്താ മതി. അയ്യോ, ഞാൻ ചാവേ. എന്താണ് രണ്ടാളും കൂടെ ഇവിടെ ബഹളം വെക്കണ്? ഇന്നെ കൊല്ലാൻ വേണ്ടിട്ടേ നിങ്ങൾ രണ്ടാളും കലക്കി വെച്ച വിഷം അച്ഛനാടാ കുടിച്ചത്. ഞങ്ങള് വിഷം കലക്കിന്ന്. അമ്മ എന്തൊക്കെയാ പറയണ്? ഈക്ക് കലക്കി തന്ന വെള്ളല്ലേ, അത് കുടിച്ചതേ ഞാനല്ല, അച്ഛനാണ്. ഇതല്ലേ ഞാൻ തന്ന വെള്ളം? ഇതില് വിഷം ഉണ്ടെങ്കിൽ ഞാനും മരിക്കേണ്ടതല്ലേ? അപ്പോഴേ വിഷം കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ. അതാണ് കാര്യം. എന്റെ അമ്മ റൂമിൽ നിറച്ച എലിയാണ്, അതിന് വിഷം കൊടുക്കണ കാര്യമാണ് ഞങ്ങള് പറഞ്ഞത്. എടാ, എലീനെ കൊല്ലാൻ വെച്ച വിഷം കുശിക്ക് തരുമോ? ഇവള് തല്ലി കൊല്ലാൻ കാട്ടി ഭേദം അതാടാ.